തിരുവചനം തിരുവചനം. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കാം. 2015 ഒക്ടോബർ 4 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ വത്തിക്കാനിൽ കുടുംബ സിനഡ് നടക്കുകയുണ്ടായി. കുടുംബ സിനഡിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു: ഞാൻ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളോ നൂതനമായ അറിവുകളോ പകരുന്ന ഒരു പ്രസംഗം നടത്തുന്നില്ല. നമ്മുടെ പൂർവികർ വളരെ സൂക്ഷ്മതയോടുകൂടെ കുടുംബങ്ങളിൽ നിലനിർത്താൻ ശ്രദ്ധിച്ചിരുന്ന 3 കൊച്ചു കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. 1, കുടുംബ പ്രാർത്ഥന. 2, സ്നേഹത്തിലുള്ള പങ്കുവയ്ക്കൽ. 3, പരിസ്ഥിതിയോടുള്ള സൗഹൃദമായ പെരുമാറ്റം. ഇന്ന് നമുക്ക് കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം: വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉല്ലാത്തുന്ന സ്വരം കേട്ടു. വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യ താളുകൾ തുറക്കുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷവും പ്രത്യാശയും ആനന്ദവും നൽകുന്ന സുന്ദര പദങ്ങളാണ് ആ വാക്കുകൾ. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉല്ലാത്തുന്ന സ്വരം കേട്ടു. അല്പം ഭാവാത്മകമായി ചിന്തിച്ചാൽ നമ്മെ കാണാൻ നമ്മുടെ സൃഷ്ടാവായ ദൈവം കടന്നു വരുന്ന സമയം, സന്ധ്യാസമയം അപ്പൻ മക്കളെ കാണാൻ പോകുന്ന അതേ ഭാവത്തിൽ, അതേ മനോഭാവത്തിൽ മക്കളെ കാണാൻ പിതാവായ ദൈവം വരികയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ചായിരിക്കുന്ന ആ അവസ്ഥയിൽ വിശേഷങ്ങൾ തിരക്കുവാനും നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമുക്കെന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു തരാനുമൊക്കെ കൂടെയാണ് അപ്പൻ കടന്നു വരുന്നത്. നമ്മെ കാണാൻ, അനുഗ്രഹിക്കാൻ, നമ്മുടെ വിശേഷങ്ങൾ തിരക്കാൻ. നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കണമെന്നും നമ്മളെപ്പോഴും ഒന്നിച്ചായിരിക്കണമെന്നും ഓർമ്മപ്പെടുത്തി തരുന്നതിന് വേണ്ടി കൂടെയാണ് ദൈവം തമ്പുരാൻ്റെ ഈ എഴുന്നള്ളത്ത്. സന്ധ്യാസമയം അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികർ വീടുകളിൽ പ്രാർത്ഥനാ വേളകളായി കൊണ്ടാടിയിരുന്നു. നമുക്കറിയാം, നമ്മുടെ പൂർവികർ തികച്ചും പ്രതികൂലമായ സാഹചര്യങ്ങൾ കഴിഞ്ഞിരുന്നപ്പോൾ വെളിച്ചമില്ല, അറിവില്ല, വിദ്യാഭ്യാസമില്ല, പ്രാർത്ഥനാ പുസ്തകങ്ങളില്ല, വേണ്ടതുപോലെ പരിശീലന കളരികളില്ല. എങ്കിൽ പോലും കുടുംബ പ്രാർത്ഥനയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകിയിരുന്നു. ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠയുടെ മുമ്പിൽ തിരികൾ കത്തിച്ച് വിശുദ്ധ ഗ്രന്ഥം തുറന്നു വെച്ച് ജപമാലകൾ കയ്യിലെടുത്ത് മാതാപിതാക്കളും മക്കളും അണിനിരക്കുന്ന ചിത്രം എത്രയോ സുന്ദരവും ധന്യവുമാണ്. ഇനിയും വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എങ്ങനെയാണ് കുടുംബ പ്രാർത്ഥന നടത്തിയിരുന്നതിനുള്ള ഒരു ഉദാഹരണം ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഞാൻ പറയാം. തോബിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം
5 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തോബിത്തിൻ്റെ മകൻ തോബിയാസും റഹുവേലിൻ്റെ മകൾ സാറായും തമ്മിൽ വിവാഹം നടക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. റഹുവേലിൻ്റെ മകൾ സാറ 7 വിവാഹങ്ങൾ ചെയ്തിരുന്നു. 7 വിവാഹം നടക്കുമ്പോഴും വിവാഹ ദിവസം ഭാര്യയും ഭർത്താവും മണിയറയിൽ പ്രവേശിക്കുമ്പോൾ ഒരു ദുഷ്ടാത്മാവ് ഭർത്താവിനെ പ്രഹരിച്ച് നിലത്തു വീഴിക്കുകയും വധിക്കുകയും ചെയ്തിരുന്നു. 7 ഭർത്താക്കന്മാരും ഇപ്രകാരം സാറായ്ക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനി വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയാൽ തോബിയാസ് റഹുവേലിൻ്റെ വീട്ടിലെത്തുന്നത്. റഹുവേലിൻ്റെ വീട്ടിലെത്തിയ തോബിയാസ് അവർ നൽകിയ പരിചരണങ്ങളും സൽക്കാരവും സ്വീകരിക്കുന്നു. തുടർന്ന് സാറായെ കാണുന്നു. സാറായുമായുള്ള വിവാഹം മാതാപിതാക്കൾ വഴി നടക്കുന്നു. സാറായുടെയും തോബിയാസിൻ്റെയും വിവാഹം നടന്ന ദിവസം, ആദ്യ ദിവസം, ആദ്യ രാത്രി അവർ മണിയറയിൽ പ്രവേശിച്ചു. തോബിയാസ് നിലത്തു മുട്ടുകുത്തി നിന്ന് 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ തിരുനാമം മഹത്വവും വിശുദ്ധവുമായിരിക്കട്ടെ. ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും അങ്ങയെ സ്തുതിക്കട്ടെ. ഞാനിവളെ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നത് എൻ്റെ ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങ് എൻ്റെ മേൽ കരുണ വർഷിക്കണം. ഇവളുമായി വാർദ്ധക്യത്തിലെത്തിച്ചേരേണ്ടതിന് അങ്ങനെ അനുവദിക്കണം. സാറ 2 കരങ്ങളും കൂപ്പിപ്പിടിച്ച് ആ പ്രാർത്ഥനയോട് ചേരുന്നു. ആമേൻ എന്ന് പ്രത്യുത്തരിച്ചുകൊണ്ട്. എന്തൊരു സുന്ദരമായ പ്രാർത്ഥന! വിവാഹ ദിവസം ആദ്യ രാത്രി മണിയറയിൽ പ്രവേശിക്കുമ്പോൾ അവർ നടത്തുന്ന ആദ്യത്തെ കർമ്മമാണത്. സ്വന്തം കാലിൽ ദാമ്പത്യ ജീവിതം ഭാസുരമാകില്ലെന്നും ദൈവത്തിൻ്റെ കൃപ ആവോളം സ്വന്തമാക്കേണ്ട അവസരമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തോബിയാസ് ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുൻകൈയെടുക്കുന്നത്. എത്രയും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അധികം പേരും കുടുംബജീവിതം നയിക്കുന്നവരാണ്. കുടുംബജീവിതത്തിൽ പദമൂന്നുന്ന അവസരം ഏറ്റവും കൂടുതൽ കുടുംബജീവിതത്തിന് ദൈവകൃപ സംഭരിക്കേണ്ട കാലഘട്ടമാണ്. വിശേഷിച്ച് ദാമ്പത്യ ജീവിതത്തിലേക്ക് ആരംഭം കുറിക്കുന്ന ആ ദിനങ്ങൾ ദൈവത്തിൻ്റെ കൃപ ആവോളം സംഭരിച്ചു നിർത്തണം. കാരണം നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വിശുദ്ധരായിരിക്കണ്ടേ, മഹത്തുക്കളായി മാറണ്ടേ. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കൃപ ധാരാളം വേണം. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും വിചാരിക്കും, എനിക്ക് അറിവുണ്ട്, കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിക്കാൻ സാധിക്കും, ആരെയും പേടിക്കേണ്ട, എൻ്റെ സ്വന്തം ഇഷ്ടം പോലെ ജീവിക്കാൻ സാധിക്കുമെന്നും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന കുടുംബ ജീവിതക്കാരുടെ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവത്തിൻ്റെ കൃപ എന്തോരമുണ്ടാകുമോ
അത്രത്തോളം കുടുംബജീവിതം ഐശ്വര്യപ്രദമായിരിക്കും, സന്തോഷപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവീകർ നമുക്ക് നൽകിയ ഈ നല്ല മാതൃകകൾ നമ്മൾ സ്വന്തമാക്കണം. നമ്മുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുകയും വേണം. കുടുംബജീവിതത്തിൽ നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ തോതനുസരിച്ചാണ് കുടുംബജീവിതം ഭദ്രമാകുന്നത്. അതുകൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഓരോ രൂപതയിലെയും രൂപത അധ്യക്ഷന്മാരും ഇടവകകളിലെ വികാരിയച്ഛന്മാരും ഇന്ന് പ്രത്യേകം കുടുംബങ്ങളോട് നിഷ്കർഷിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, കുടുംബ പ്രാർത്ഥന പുനഃസ്ഥാപിക്കണം. നമ്മുടെ വീടുകളിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് സജീവമാക്കണം. ഇല്ല എങ്കിൽ എത്രയും വേഗം പുനഃസ്ഥാപിക്കണം. അതിൻ്റെ അർത്ഥത്തിൽ, അതിൻ്റെ മഹത്വത്തിൽ കുടുംബ പ്രാർത്ഥന കുടുംബങ്ങളിൽ പുലരണം. കുടുംബ പ്രാർത്ഥന ഉൾപ്പെടുന്ന ആ സമയം കുടുംബസമയമായി നമ്മൾ കൊണ്ടാടുന്നത് അത്യുത്തമമായിരിക്കും. ഏതാണ്ട് 1 മണിക്കൂർ സമയം നമ്മൾ കുടുംബത്തിൽ കുടുംബസമയമായി എടുക്കണം. അരമണിക്കൂർ കുടുംബ പ്രാർത്ഥന, അരമണിക്കൂർ ഭക്ഷണവും വർത്തമാനവും. എന്തൊരു സുന്ദരമായിരിക്കും ആ സമയം. കുടുംബ പ്രാർത്ഥനാ സമയം നമ്മൾ മൊബൈലുകൾ ഓഫാക്കുകയും ടി വി ഓഫാക്കുകയും മാധ്യമം മുക്തമാക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് കുടുംബാംഗങ്ങൾക്ക് അവകാശപ്പെട്ട സമയമാണ്. അത് മറ്റാരും അപഹരിക്കാൻ പാടില്ല. ആ 1 മണിക്കൂർ സമയം കുടുംബാംഗങ്ങൾക്ക് മാത്രമുള്ള സമയമാണ്. ഒന്നിച്ച് ദൈവാരാധനയിൽ പങ്കെടുക്കുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഞായറാഴ്ചയുടെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറു പുസ്തകം രചിക്കുകയുണ്ടായി. കർത്താവിൻ്റെ ദിവസം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിൽ പറയുന്നു, ഞായറാഴ്ച മറ്റു ദിവസങ്ങളുടെ രാജാവാണ്. മറ്റു ദിവസങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകുന്ന ദിവസമാണ് ഞായറാഴ്ച. അതുപോലെ ആയിരിക്കണം നമ്മുടെ വീടുകളിൽ നടക്കുന്ന കുടുംബ പ്രാർത്ഥന ഉൾപ്പെടുന്ന കുടുംബസമയം. മറ്റു മണിക്കൂറുകൾക്ക് അനുഗ്രഹം വാങ്ങിക്കൊടുക്കുന്ന മണിക്കൂറാണ് കുടുംബസമയം. കാരണം ആ സമയത്താണല്ലോ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തിനു നന്ദി പറയുന്നതും ദൈവാനുഗ്രഹം സംഭരിക്കുന്നതും. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ തന്നെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്, വിശേഷങ്ങൾ കൂടുതൽ പങ്കുവയ്ക്കുന്നതിന്, കൂടുതൽ സഹായങ്ങൾ പരസ്പരം ചെയ്യുന്നതിന്, ആരായുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയമായി കുടുംബസമയം മാറുന്നു. കുടുംബ പ്രാർത്ഥനയിൽ ജപമാല പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാധാന്യം നൽകണം. ജപമാല പ്രാർത്ഥന നമുക്ക് ധാരാളം ഐശ്വര്യ അനുഗ്രഹങ്ങൾ വാങ്ങിത്തരുന്ന പ്രാർത്ഥനയാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയും, എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണല്ലോ ജപമാല പ്രാർത്ഥന. കൊച്ചുകുട്ടികൾക്കും യുവജനങ്ങൾക്കും വൃദ്ധജനങ്ങൾക്കും ഒക്കെ അറിയാവുന്ന പ്രാർത്ഥന, ലളിതമായ പ്രാർത്ഥനയാണ്. അതേസമയം രക്ഷാകര ചരിത്രത്തിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അനുസ്മരിക്കുവാനും
ഈ പ്രാർത്ഥന വഴി നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ധാരാളം അനുഗ്രഹം ഈ ജപമാല പ്രാർത്ഥന ഭക്തിപൂർവ്വം നമ്മൾ നിർവഹിക്കുന്നതിലൂടെ ലഭ്യമാകുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയാറുണ്ട്, ദിവ്യബലി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയാണ് എന്നും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കാണാൻ പോകുന്ന ആർക്കും അദ്ദേഹം സമ്മാനമായി കൊടുത്തിരുന്നത് ജപമാലയാണ്. അത്രയേറെ പ്രാധാന്യം ജപമാലയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ജപമാല പ്രാർത്ഥന ഭക്തിപൂർവ്വം നിർവഹിക്കുമ്പോൾ ഇടവകപ്പള്ളിയിൽ നമ്മൾ പങ്കെടുക്കുന്ന ദിവ്യബലിയുടെ അനുഗ്രഹം കിട്ടുമെന്നാണ് പോപ്പ് ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്നത്. ധാരാളം അത്ഭുതങ്ങൾ ജപമാല പ്രാർത്ഥനയിലൂടെ നടക്കുന്നതായി നമുക്ക് അറിയാൻ സാധിക്കും. 1945 ഓഗസ്റ്റ് 6 അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട ദിവസം. ഹിരോഷിമ പ്രദേശം മുഴുവനും അന്ന് ബന്ദ് വെണ്ണീറായി, ചാമ്പലായി, കത്തിക്കരിഞ്ഞുപോയി. ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട സ്ഥലത്ത് ഒരു ദേവാലയമുണ്ടായിരുന്നു. പരിശുദ്ധ കന്യകാംബികയുടെ നാമധേയത്തിലുള്ള ദേവാലയം. ആ ദേവാലയത്തോട് ചേർന്ന് 2 വൈദികർ താമസിച്ചിരുന്നു. ആ 2 വൈദികർക്കും ഒന്നും സംഭവിച്ചില്ല. ധാരാളം ഭിഷഗ്വരന്മാർ ഗവേഷണാത്മകമായ പഠനം നടത്തി. അവർ പറഞ്ഞത്, ഇപ്പോൾ ഇവർ ജീവിക്കുന്നതായി നമുക്ക് മനസ്സിലാവുന്നു, പക്ഷേ അധികകാലം ഇവർക്ക് ജീവിക്കാൻ സാധിക്കില്ല. അത്രമാത്രം വിഷാംശം ഇവരുടെ ശരീരത്തിൽ ഉണ്ട്. 1964 ബോംബെയിൽ നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൽ ആ 2 വൈദികരിൽ ഒരാളായ ഫാദർ ഫിഷർ സംബന്ധിക്കുകയുണ്ടായി. വിശുദ്ധ പോൾ 6 മാർപ്പാപ്പ ഉൾപ്പെടുന്ന ആ മഹാസമ്മേളനത്തിൽ അദ്ദേഹം ഒരു സാക്ഷ്യമെന്നോണം പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ബോംബ് ആക്രമണത്തിൻ്റെ ആഘാതത്തിൽ ഒരു പരുക്കും ഒരു പ്രയാസവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഞങ്ങളിപ്പോഴും ജീവിക്കുന്നു. വാർദ്ധക്യ സഹജമായ ചില പ്രയാസങ്ങൾ ഉണ്ടെന്ന് മാത്രം. അതിനുള്ള കാരണം കുഞ്ഞുനാൾ മുതൽ ജപമാല പ്രാർത്ഥന ഭക്തിപൂർവ്വം ഞങ്ങൾ നടത്തി എന്നാണ്. ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ രക്ഷിച്ചതെന്നും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ പരിപാലന സഹായം ഞങ്ങൾക്ക് കിട്ടിയെന്നും അവർ അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. പരസ്യമായി അവർ പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവഭക്തി ഉണ്ടാകണം, ദൈവവിശ്വാസം നമ്മൾ നിലനിർത്തി ജീവിക്കണം. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ശരിക്കും വിനിയോഗിക്കണം. അതിനെ കുടുംബത്തിൽ നമുക്ക് ലഭ്യമാകുന്ന മനോഹരമായ വേള എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥനാ സമയമാണ്. കുടുംബ സമയം എങ്ങനെയാണ് നമ്മുടെ പൂർവികർ ചെലവഴിച്ചിരുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരു സന്ദർഭത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. റൂത്തിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 17 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കുടുംബ സമയത്തെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കും. റൂത്തും വൃദ്ധയായ നവോമിയും ഒന്നിച്ച് താമസിക്കുന്നു. വളരെ പരിമിതമായ സാഹചര്യമാണ് അവർക്കുള്ളത്. തികച്ചും ദാരിദ്ര്യവും അനാഥത്വവും അവർ അനുഭവിക്കുന്നു. റൂത്ത് ബോവാസിൻ്റെ ബാർലിത്തോട്ടത്തിൽ കാലാപെറുക്കാൻ പോകും. റൂത്ത്
തൻ്റെ കൂട്ടുകാർക്ക് പ്രിയപ്പെട്ടവളും സൽസ്വഭാവിയും ആയതുകൊണ്ട് അവളെ കൂട്ടുകാരിഷ്ടപ്പെട്ടു, തോട്ടത്തിലെ ഉടമസ്ഥൻ ഇഷ്ടപ്പെട്ടു. അവൾക്ക് അന്നന്ന് വേണ്ട ആഹാരത്തിനുള്ള എല്ലാ കാര്യങ്ങളും ആ തോട്ടത്തിൽ നിന്ന് ലഭ്യമാക്കത്തക്ക സാഹചര്യം ഒരുങ്ങിക്കിട്ടി. ഓരോ ദിവസവും അവൾ കാലാപിറക്കി വീട്ടിലേക്ക് എത്തുന്നതോടൊപ്പം അവർ കഴിക്കാൻ കൊടുക്കുന്ന ആഹാരം അമ്മായിയമ്മയ്ക്ക് വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുവരിക പതിവായിരുന്നു. കൊണ്ടുവരുന്ന ആ ആഹാരം അമ്മായിയമ്മയും മരുമകളും ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുന്നു. അതോടൊപ്പം അവർ നല്ല വർത്തമാനവും. ആ വർത്തമാനം ഏത് രീതിയിലാണ് അവർ നടത്തുന്നത് എന്ന് നമ്മളവിടെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ആദ്യം അവർ ദൈവത്തിന് നന്ദി പറയുന്നു. നല്ലവനായ ദൈവം അവർക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്ന് അവർക്ക് അന്നന്ന് വേണ്ട ആഹാരം കൊടുക്കുന്ന ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥന് ദൈവം അനുഗ്രഹിക്കണമേ എന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. ബോവാസിന് ആരോഗ്യവും ആയുസ്സും അതോടൊപ്പം സമൃദ്ധിയും നൽകണമേ എന്ന് അമ്മായിയമ്മയും മരുമകളും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് മരുമകളെ ഈ അമ്മായിയമ്മ അഭിനന്ദിക്കുന്നു. അവളുടെ അധ്വാനം വഴിയാണ് ഈ വയസ്സാം കാലത്ത് എനിക്ക് ഭക്ഷണം കിട്ടുന്നതെന്നും എനിക്ക് സ്നേഹവും പരിചരണവും ശുശ്രൂഷയും ഈ മരുമകൾ നൽകുന്നുവെന്ന് ആ മരുമക്കൾക്ക് അമ്മ നന്ദി പറയുന്നു. അതോടൊപ്പം ഒരു ഉപദേശവും നൽകുന്നു. നീ മറ്റ് തോട്ടങ്ങളിൽ പോയി കാലാപിറക്കാൻ പോകണ്ട, നീ ബോവാസിൻ്റെ തോട്ടത്തിൽ പോയാൽ മതി, അപ്പോൾ നിനക്ക് സുരക്ഷിതത്വമുണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്തൊരു സുന്ദരമായ സന്ധ്യ! ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. അവർക്ക് കിട്ടുന്ന ഉപകാരങ്ങളെ ഓർത്ത് ആ വ്യക്തികൾക്ക് ദൈവകൃപ അവർ യാചിച്ച് വാങ്ങിക്കൊടുക്കുന്നു. അതോടൊപ്പം പരസ്പരം അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. ഉത്തരവാദിത്വപ്പെട്ടവർ ഇളം തലമുറയ്ക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ പകർന്നു കൊടുക്കുന്നു. ഇതാണ് സന്ധ്യാസമയം. 1 മണിക്കൂർ നമ്മൾ കുടുംബസമയമായി ചെലവഴിക്കേണ്ടത്. തിരുസഭ മാതാവ് ആഗ്രഹിക്കുന്നതും അതുതന്നെ. പ്രിയമുള്ളവരെ, നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബസമയം യഥാവിധം നടക്കുന്നുവെങ്കിൽ അത് കുറച്ചുകൂടെ ഭംഗിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ പുനഃസ്ഥാപിക്കാനായിട്ട് മനസ്സ് കാണിക്കണം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.